മണ്ണും മനുഷ്യനും തമ്മിലുള്ള സങ്കീർണതകളും പ്രകൃതിയിലെ കാഴ്ചകളും ക്യാൻവാസിലേക്ക് വരച്ചു ചേർത്ത് കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യവിരുന്നൊരുക്കുകയാണ് സിദ്ധാർത്ഥും ശിഷ്യ വിദ്യാംബികയും. ഹാർമണി ഓഫ് സോൾസ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനം കൊല്ലം പബ്ലിക് ലൈബ്രറി ക്വൈലോൺ ആർട്ട് ഗാലറിയിൽ തുടരുകയാണ്. എറണാകുളം പ്രദർശന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കലാകാരനാണ് സിദ്ധാർത്ഥൻ. ശിഷ്യ കൊല്ലംകാരിയാണെങ്കിലും എറണാകുളത്താണ് താമസം. 40 വർഷമായി സിദ്ധാർത്ഥൻ ചിത്രകലാരംഗത്ത് സജീവമാണ്. അക്കാദമിക രംഗത്തും കലാരംഗത്തും ഒരുപോലെ പ്രവർത്തിച്ച ചിത്രകാരൻ. മണ്ണും മനുഷ്യനും തമ്മിലുള്ള സങ്കീർണതകളെയാണ് വരച്ചു കാണിക്കുന്നതെന്ന് സിദ്ധാർത്ഥൻ പറയുന്നു. നമ്മുടെ ഭൂമി എത്ര കാലം നമുക്ക് ഇതുപോലെ നിലനിൽക്കാൻ സാധിക്കും, ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം എത്രമാത്രം ഈ ആവാസ വ്യവസ്ഥ തുടരാൻ പറ്റും എന്നുള്ള ആശങ്കകൾ മറ്റേതൊരു മനുഷ്യനെ പോലെയും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് അത്തരം ചില വിഷയങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ ചിത്രങ്ങളിൽ അത്തരം ഇമേജറികളാണ് കൂടുതലും കൊണ്ടുവരാനായി ശ്രമിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥൻ്റെ 28ഓളം ചിത്രമാണ് പ്രദർശനത്തിനൊരുക്കിയിരിക്കുന്നത്. കർഷകനും മണ്ണും ആവാസ വ്യവസ്ഥയുമൊക്കെ തന്റെ ചിത്രവർണ്ണനയിലൂടെ ചിത്രകാരൻ എടുത്തു കാണിക്കുന്നു. ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ വരയും. ആവശ്യക്കാർക്ക് ചിത്രം വാങ്ങാവുന്നതാണ്. 40,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വില. 33 ചിത്രങ്ങൾ വരച്ച് ശിഷ്യ വിദ്യാംബികയും സിദ്ധാർത്ഥൻ മാഷിന് കൂടെയുണ്ട്. പ്രകൃതിയിലെ കാഴ്ചകൾ സ്ത്രീപക്ഷമാക്കി വർണ്ണവിസ്മയങ്ങൾ തീർത്തു. ഒരു സ്ത്രീപക്ഷ കാഴ്ചകളാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പല പണ്ട് കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചില കാഴ്ചകളെ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അണ്ണാറക്കണ്ണനും തൊട്ടാവാടിയും മയിലും പൂന്തോട്ടവുമൊക്കെ വിദ്യാംബികയുടെ കൈപ്പണിയാണ്. പ്രദർശനത്തിനൊരുക്കിയ 51 ചിത്രങ്ങളും അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും കലാസ്നേഹികൾ ഒരുപാട് എത്തുന്നുണ്ടെന്നും സിദ്ധാർത്ഥൻ റിപ്പോർട്ടറിനോട് പറയുന്നു. മെയ് 6 തുടങ്ങിയ പ്രദർശനം ജൂൺ 1 വരെ ഉണ്ടാകും. ചിത്രങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തിയ വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുൺ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.